ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, നിലവിൽ ഒരുപാട് കുട്ടികൾ പേഴ്സണലി മെസ്സേജ് ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ: സർ, ഓണം എക്സാം ഇല്ലേ? അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, ഓണം എക്സാം ഇല്ല ഇല്ല ഇല്ല. ഇത് നിങ്ങൾ എവിടുന്നാ കേട്ടെന്ന് എനിക്കറിയില്ല. ഈ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സോ ഇത്തരം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ അറിയിക്കേണ്ട ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും. ഓൾറെഡി SSLC സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ MS സൊല്യൂഷൻസിൻ്റെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരാൻ കാരണം. അതായത് SSLC ഓണം എക്സാം 2025 ഉണ്ടോ ഇല്ലേ? ഈ ചോദ്യം വരാനുള്ള കാരണം ക്ലസ്റ്റർ മീറ്റിംഗ് ആണ്. ക്ലസ്റ്റർ മീറ്റിങ്ങിൽ അധ്യാപകരുടെ യോഗത്തിൽ എന്ത് സംസാരിച്ചിട്ടുണ്ട്? ഓണം എക്സാം, ക്രിസ്മസ് എക്സാം എന്നിങ്ങനെയുള്ള രണ്ട് തരം എക്സാമുകൾ നടത്തുന്നതിന് പകരം ഒരു ഹാഫ് ഇയർലി എക്സാം നടത്തുന്നു, അതിനുശേഷം നേരെ പബ്ലിക് എക്സാം. അങ്ങനെ ഒരു അഞ്ചാറ് മാസം കൂടുമ്പോഴുള്ളൊരു പരീക്ഷ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിട്ടുള്ള ഒരു പരീക്ഷ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫെബ്രുവരി മോഡൽ എക്സാം, പിന്നെ മാർച്ചിലെ പബ്ലിക് എക്സാം. ഇങ്ങനെയുള്ള ഒരു രീതിയാക്കി കൂടെ എന്നുള്ള ഒരു ചർച്ച ക്ലസ്റ്റർ മീറ്റിങ്ങിൽ നടന്നിട്ടുണ്ട് എന്നാണ് അതിൽ പങ്കെടുത്ത ചില അധ്യാപകർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. മേ ബി ആ ഒരു ചർച്ചയുടെ ആ ഒരു റൂമർ ആയിരിക്കാം മേ ബി എന്ത് ചെയ്തിട്ടുണ്ടാവുക, സ്കൂളുകളിലെ പലരിലേക്കും എത്തിയിട്ടുണ്ടാവുക. മേ ബി അത് നിങ്ങളുടെ ടീച്ചേഴ്സ് വഴിയായിരിക്കും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ ഒരു കാര്യം ചിലപ്പോൾ ഏതെങ്കിലും ടീച്ചർ നിങ്ങളോട് ക്ലാസ്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ടാവും, എടാ ഈ വർഷം ഓണപ്പരീക്ഷ ഉണ്ടാവില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അതിനർത്ഥം ഓല് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെ വേറൊരു ടീച്ചർ വന്നിട്ട്, ഈ മക്കൾ ഈ വർഷം ഓണപ്പരീക്ഷ ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ ഈ വാക്കുകളിൽ വലിയൊരു അർത്ഥവ്യത്യാസം ഉണ്ട് എന്നുള്ള എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കണം. നിങ്ങൾ തമ്മിൽ കണ്ടത് എന്തായിരിക്കും? SSLC ഓണം എക്സാം 2025 ഇനി ഇല്ല. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ക്വസ്റ്റ്യൻ മാർക്കിന് അർത്ഥം എന്താണെന്നറിയോ? ഇനി ഇല്ല. ആ ഒരു എക്സ്പ്രഷനാണ് അവിടെ തരുന്നത്. അതുകൊണ്ട് ഞാൻ ഫേക്ക് തമ്മിൽ ഇട്ടൊന്നും ആരും പറയാൻ നിൽക്കരുത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, നിലവിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം ജൂലൈ 2-ാം തീയതി രാത്രി 9:45 സോ സ്വാഭാവികമായിട്ടും ഈ ഒരു ടൈം വരെ അത്തരമൊരു ഔദ്യോഗികപരമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് ഓർ സർക്കുലർ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടിട്ടില്ല. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം ഒരു അപ്ഡേറ്റ് പുറത്തുവിടാത്ത സമയത്തോളം എന്തുണ്ട്? ഓണത്തിൻ്റെ ലീവിന് തൊട്ട് മുമ്പേ ഓഗസ്റ്റ് 16-ന് ശേഷം നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? ഓണം എക്സാം ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, സർ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ മേ ബി അത് ഒഫീഷ്യൽ ആവാനുള്ളൊരു സാധ്യതയില്ലേ? അത്തരമൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഈ ജൂലൈ മാസം അവസാനത്തെ 31-ാം തീയതിയുടെ മുന്നേ ആയിട്ട് വരണം. ഓക്കെ, അതായത് ഈ മാസം ജൂലൈ 31-നുള്ളിൽ അത്തരമൊരു അപ്ഡേറ്റ് വരണം. നിലവിൽ അത് വന്നിട്ടില്ല. ഇനി അടുത്ത വർഷം മുതലാണോ അതും പറയാൻ പറ്റൂല. ഒരു ചർച്ച നടന്നു എന്നതുകൊണ്ട് അത് ഔദ്യോഗികപരമാണ്, ഇതാണ് അന്തിമ തീരുമാനം എന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. പ്രിയപ്പെട്ട കുട്ടികളോട് ഒന്നേ പറയാനുള്ളൂ, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ 90% ചാപ്റ്റേഴ്സും ഓണം എക്സാമിനേക്ക് പഠിക്കാനുള്ളതാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾ ഇതുവരെ ഇതുവരെ 0-യിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഓണം എക്സാമിൽ ഹീറോ ആവാൻ താല്പര്യപ്പെടുന്ന കുട്ടിയാണെങ്കിൽ, MS സൊല്യൂഷൻസിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, MS സൊല്യൂഷൻസിൻ്റെ ടീച്ചേഴ്സുമായിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എൻഗേജ്ഡ് ആവാൻ കഴിയുന്നുണ്ടെങ്കിൽ, താഴെ ഒരു മൊബൈൽ നമ്പർ ഇങ്ങനെ പോകുന്നില്ലേ, ആ മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് ജൂലൈ 2 ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ബയോളജിയും നമ്മുടെ അമൽ സാറിൻ്റെ ജോഗ്രഫിയുമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 1.5 മണിക്കൂറോളം കുട്ടികൾ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരതിൻ്റെ നോട്ട് എഴുതി ടീച്ചർ മെൻറ്ററിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. നാളെ അടുത്ത ക്ലാസ് കൊടുക്കുന്നു. ഇങ്ങനെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചയോട് കൂടി 1-2 ചാപ്റ്റേഴ്സുകൾ കഴിയും. അവരുടെ ഓണം എക്സാം, അവരുടെ യൂണിറ്റ് എക്സാം അവർ എഴുതും. അതിനിടയിലുള്ള ഡെയിലി ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ക്ലാസ്സസ് നടക്കും. ഇത്തരം ഒരു കുട്ടിക്ക് ഒരു ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ എൻഗേജ്ഡ് ആക്കാനും ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യാനും MS സൊല്യൂഷൻസിൻ്റെ ക്ലാസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താഴെയുള്ള മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഇനി നമ്പർ അറിയില്ലെങ്കിൽ ഇവിടെ എഴുതി തരാം കേട്ടോ. 8075125031. ഓക്കെ, 8075125031 എന്ന് പറയും. 807512 നോക്കണം. 80 അല്ലേ? താഴെ പോണ നമ്പറാണോ? നോക്ക്. 80 നമ്പർ എവിടെ? 807512 ഇടങ്ങളൊന്ന് മെസ്സേജ് അയച്ചു നോക്കിട്ടോ. ഇത് നമ്മളെ DP MS സൊല്യൂഷൻ ആണെങ്കിൽ ഉറപ്പിച്ചോളി, അത് MS സൊല്യൂഷൻ നമ്പറാണ് അല്ലേ? 8075
125031. യെസ്, ഇത് ഞാൻ പണ്ട് ഉപയോഗിച്ച നമ്പറാണ്. ഓക്കെ, ഇപ്പോൾ അവൈലബിൾ ആണ്, ജിയോ നമ്പർ കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. 3499 രൂപ ഇപ്പോൾ ഉള്ളൂ. എല്ലാ സബ്ജക്റ്റും അവൈലബിൾ ആണ്. സിംപ്ലിഫൈഡ് നോട്ട്സ് ആണ്, ക്വിക്ക് നോട്ട്സ് ഉണ്ട്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, എക്സാമിന് വരാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ SSLCയുടെ കമ്മ്യൂണിറ്റി ഓർ വാട്സപ്പ് ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ? അതിൽ നമ്മൾ എല്ലാ അപ്ഡേറ്റും ഇടുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ല, അതതിൻ്റെ പ്രശ്നം. നിങ്ങൾക്കൊന്നും അറിയുന്നില്ല, MS സൊല്യൂഷൻസിനെ കുറിച്ച് നിങ്ങൾ ഒന്നുമേ അറിയുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, MS സൊല്യൂഷൻസിൻ്റെ SSLC വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ആ ലിങ്ക് ഒന്ന് താഴെ കൊടുക്കണ്ടോ. സോ ഈ ഒരു വീഡിയോന് താഴെ തന്നെ എന്തുണ്ടാവും, വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഉണ്ടാവും. അതിൽ ജോയിൻ ചെയ്താൽ പഠിച്ചോനെ അവർക്കൊക്കെ A+ കൊടുക്കണേ റബ്ബേ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.